ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വണ്ടർഫുൾ ഐഡിയാസ്. ഇത് നമ്മുടെ 100ാമത്തെ വീഡിയോ ആണ്. ഇതിൽ ഞാൻ അടിപൊളി ഒരു സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പേര് ക്രിസ്റ്റൽ ട്രയാങ്കിൾ സ്നാക്ക് എന്നാണ്. ഇത് നല്ല ട്രാൻസ്പാരൻ്റ് ആണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്, ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നും ഞാൻ പറയുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ബട്ടൺ എനാബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. ഈ സ്നാക്ക് ഉണ്ടാക്കാനായി ആദ്യം വേണ്ടത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച തക്കാളിയാണ്. ഒരു 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു കോട്ടൺ തുണി എടുത്ത് അതിലേക്കിട്ട് ഇതുപോലെ നമുക്ക് ഇത് നന്നായി പിഴിഞ്ഞെടുക്കണം. വാട്ടർ കണ്ടൻറ്റ് ഒട്ടും അതിൽ പാടില്ല ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിലെ എല്ലാ വെള്ളവും കളയണം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ വെള്ളം കളഞ്ഞെടുത്ത ഈ ടൊമാറ്റോസാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ചെറുതായി മുറിച്ച് വെച്ച ക്യാപ്സിക്കം 1 കപ്പ് വേണം. ഇതുപോലെ ചെറുതായി മുറിച്ച് വെച്ച് പിന്നെ 2 മുട്ട വേണം. ഇത് അല്പം ഉപ്പ് ചേർത്ത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് നമുക്ക് അത് ക്രഷ് ചെയ്തെടുക്കണം. ഇതുപോലെ ചെറുതായി നല്ല ചെറിയ ചെറിയ പീസസ് ആയിട്ട് വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് ആദ്യം തയ്യാറാക്കി വെച്ച ടൊമാറ്റോസ് ഇട്ട് കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് അല്പം പെപ്പർ പൗഡർ, പിന്നെ അല്പം ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിക്കാം. ഇത് നല്ല കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്, ട്രാൻസ്പാരൻ്റ് ആയി കാണുമ്പോൾ നല്ല കളർഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഈ 3 കളർ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്: മഞ്ഞ, ചുവപ്പ്, പച്ച. ഇനി അതിലേക്ക് നമുക്ക് അല്പം ടേസ്റ്റിന് വേണ്ടി ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് ഇനി വെള്ളം നന്നായി തിളപ്പിച്ചതിൻ്റെ ശേഷം കോൺഫ്ലോർ 2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 കപ്പ് കോൺഫ്ലോർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിൽ അല്പം ഉപ്പും ചേർത്ത് നന്നായി ഇളക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നേരിയ ചൂടോടുകൂടി തന്നെ അത് നന്നായി കുഴച്ചെടുക്കണം. നല്ലവണ്ണം കുഴച്ചെടുക്കേണ്ടതാണ്. നന്നായി ചൂടോടെ തന്നെ നല്ല രീതിയിൽ കുഴച്ചെടുത്തെങ്കിൽ മാത്രമേ പൊട്ടിപ്പോവാതെ, പരത്തിയെടുക്കുമ്പോൾ പൊട്ടിപ്പോവാതെ നമുക്ക് ഷേപ്പാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ. ഇത് നല്ല രീതിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് പുറത്തേക്ക് എടുത്ത് ഒരു കല്ലിലോ അല്ലെങ്കിൽ പലകയിലോ എന്തിലെങ്കിലും വെച്ച് നന്നായി ഒന്നുകൂടെ കുഴച്ചെടുക്കാം. എന്നിട്ട് ഇതേപോലെ നമുക്കതൊരു നീളത്തിൽ റോൾ ചെയ്തെടുക്കാം. ഇനി നല്ലോണം റോൾ ചെയ്ത് ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് പീസസ് ആക്കി മാറ്റണം. ഇത് ഒരു പൂരിയുടെ മാവിൻ്റെ ഉരുള വലുപ്പത്തിൽ മതി. അധികം വലിപ്പം വേണ്ട, നൈസായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും വലിപ്പം മതി. ഇങ്ങനെ ഓരോന്നും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അത് ഓരോന്നും എടുത്ത് പരത്തിയെടുക്കണം. അതിനായി അല്പം കോൺഫ്ലോർ തന്നെ വിതറി നമുക്ക് അത് പരത്തിയെടുക്കാം. വളരെ നൈസായി വേണം പരത്തിയെടുക്കാനായിട്ട്. നമുക്ക് കഴിയാവുന്ന വിധത്തിൽ നൈസാക്കുന്നതിനനുസരിച്ച് നമ്മുടെ സ്നാക്ക് നല്ല ട്രാൻസ്പാരൻ്റ് ആയി വരും. ഇനി ഓരോന്നിലും ഫില്ലിങ്സ് വെച്ച് ഇതുപോലെ ഒരു മോൾഡ് ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു അടയുടെ ഷേപ്പ് എടുത്താലും മതി. നമുക്ക് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അത് ഓരോന്നും ഇങ്ങനെ റെഡിയാക്കി എടുക്കണം.
I'm no lullaby. It's a lover's fight without a lullaby. Take my hands and ഇതെല്ലാം ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആവിയിൽ വേവിച്ചെടുക്കണം. ഇതൊരു 10-25 മിനിറ്റോളം വേണ്ടി വരും. ഇത് ഒരു ഹോൾസുള്ള പാത്രം വെച്ച് അതിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അല്പം ഓയിലെടുത്ത് ഗ്രീസ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് നമുക്ക് ഓരോന്നായി നമ്മുടെ സ്നാക്ക് വെച്ച് കുറച്ച് നേരം അത് ട്രാൻസ്പാരൻ്റ് ആവുന്നത് വരെ വേവിച്ചെടുക്കണം. മൂടി വെച്ച് വേണം വേവിക്കാനായിട്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, ട്രാൻസ്പാരൻ്റായി വന്നിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് ഓരോന്നും സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നല്ല ടേസ്റ്റിയാണ്, അല്ല കാണാൻ നല്ല ഭംഗിയുമാണ്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കുക. കണ്ടോ, ഇത് കാണാൻ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വേറൊരു വീഡിയോയുമായി കാണാം. ബൈ, താങ്ക് യു.